Good evening all. Welcome back to my channel Ncert Malayalam. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി എൻവയോൺമെൻറ്റൽ ഡേ വിഷസ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10 ഇംഗ്ലീഷ് റീഡറിലെ ചാപ്റ്റർ 1 ദാറ്റ് ഈസ് എ ലെറ്റർ ടു ഗോഡിൻ്റെ പാർട്ട് 1. ദിസ് ചാപ്റ്റർ ഈസ് റിട്ടൺ ബൈ JL Fuentes ആണ്. സോ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. A letter to God written by JL Fuentes. Before you read, they say faith can move mountains, but what should we put our faith in? This is a question this chapter delicately poses. So, Lenjo is a farmer who writes a letter to God when his crops are ruined, asking for 100 pesos. Does Lenjo's letter reach the God? Does God send him money back? Or think what your answers to these questions would be, and guess how the story continues before you begin to read it. So, നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഫെയ്ത്ത്, ദാറ്റ് ഈസ് വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ. വിശ്വാസം എന്ത് ചെയ്യുന്നുണ്ട്, മൗണ്ടെയിൻസിനെ വരെ നീക്കാൻ കഴിയുമെന്ന് പറയുന്നത്. കാരണം അത്രത്തോളം പവർഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫെയ്ത്താണ്. ലെൻജോ എന്ന് പറയുന്ന ഒരു ഫാമർ അവൻ്റെ ക്രോപ്സ് എല്ലാം റൂയിൻഡ് എന്ന് വെച്ചാൽ എന്താ, നശിച്ചപ്പോൾ ഒരു ലെറ്റർ ടു ഗോഡ്, ഗോഡിനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ലെൻജോൻ്റെ ആ ലെറ്റർ ഗോഡിൻ്റെ അടുത്ത് എത്തുമോ, അങ്ങനെ ഗോഡ് അവന് തിരിച്ച് പണം അയച്ചു കൊടുക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിന് തുടക്കത്തിലായിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടോ, അവിടുന്ന് മണി അയച്ചിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാണ് ഇതുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ വായിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മണി ഓർഡറിൻ്റെ ഫോമാറ്റാണ്. ഇപ്പോൾ നിങ്ങളാരും ഇപ്പോൾ മണി ഓർഡർ ഒന്നും അയക്കേണ്ടാവില്ല അല്ലേ. എല്ലാവരും ബാങ്ക് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ, GPay, പിന്നെ ഫോൺ പേ എല്ലാം കൊണ്ടായിരിക്കും, PayTM ഒക്കെ വഴിയാണ് നമ്മൾ ലെറ്റർ, അതായത് മണി അയക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ മണി ഓർഡർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്, ഒന്ന് വായിക്കാം. The house, the only one in the entire valley, sat on the crest of a low hill. From this height one could see the river and the field of ripe cotton dotted with flowers that always promised a good harvest. അപ്പോൾ ഒരു വീട് അതെന്ന് പറയുന്നത് എൻറ്റയർ വാലിയിൽ തന്നെ ഒറ്റൊരു വീടാണ്. ഏകദേശം നമ്മുടെ ഹില്ലിൻ്റെ ക്രസ്റ്റിൻ്റെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിവർ കാണാൻ പറ്റും. അതുപോലെ തന്നെ റൈപ്പ് കോണുള്ള ചോളം അങ്ങനെ റൈപ്പ് ചെയ്ത് നിൽക്കുന്നത് ഡോട്ട് പോലെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിൻ്റെ റൈപ്പ് കോണിൻ്റെ കൂടെ എന്തുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗുഡ് ഹാർവസ്റ്റ് തരാൻ തക്ക രീതിയിലുള്ളൊരു ഫീൽഡാണ് റൈപ്പ് കോൺ ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം മതി, അതായത് ദ ഓൺലി തിങ് ദ എർത്ത് needed was a downpour or at least a shower അല്ലേ. അതായത് ഈ എർത്തിന് വേണ്ടത് ഒരു ഡൗൺ പോറാണ്, അതൊരു ഹെവി റെയിൻ ആണ്. അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മഴ, ജസ്റ്റ് ഒരു ചാറ്റലെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെൻജോ, ഹു ന്യൂ ഹിസ് ഫീൽഡ്സ് ഇൻറ്റിമേറ്റ്ലി, ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് സീ ദ സ്കൈ ടുവേർഡ്സ് എ നോർത്ത് ഈസ്റ്റ് അല്ലേ. ലെൻജോ ഒരു ഫാമറാണ്. ലെൻജോയ്ക്ക് അറിയാം, അതായത് അവൻ്റെ ഫീൽഡ് ഇങ്ങനെ നോർത്ത് ഈസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, സ്കൈനെ നോക്കിയിരിക്കുക എന്നാണ് പറയുന്നത്. നോ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൻ അല്ലേ. അതായത് ഭാര്യനോട് പറയാണ്, ഇപ്പോൾ നമുക്ക് ശരിക്കും വെള്ളം കിട്ടാൻ പോവാണ്. ദ വുമൻ ഹൂ വാസ് പ്രിപ്പയറിങ് സപ്പർ റിപ്ലൈഡ്, യെസ് ഗോഡ് വില്ലിങ്. The older boys were working in the field while the smaller ones were playing near the house until the woman called to them, come for dinner. It was during the meal that, just as Lenjo had predicted, big drops of rain began to fall. അപ്പോൾ എന്താണ്, അപ്പോൾ വൈഫിനോട് പറയാണ് ഇന്ന് മഴ പെയ്യും എന്തായാലും. അപ്പോൾ ഗോഡ് വില്ലിങ് ആണെങ്കിൽ എന്തായാലും പെയ്യുന്ന വൈഫ് റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ വലിയ പുത്രന്മാരൊക്കെ എന്ത് ചെയ്യാണ്, ഫീൽഡിൽ പണിയെടുക്കുകയാണ്. ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫീൽഡിൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെൻജോൻ്റെ വൈഫ് ഇങ്ങനെ എല്ലാവരെയും ഡിന്നറിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ മീലിൻ്റെ ഇടയ്ക്കാണ് എന്ത് ചെയ്ത് ലെൻജോനെ പ്രഡിക്റ്റ് ചെയ്തത് സംഭവിക്കാൻ പോവാണ്. എന്താണത്, ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ അല്ലേ. വലിയ വലിയ തുള്ളികളിങ്ങനെ ചാടാൻ തുടങ്ങി, അതായത് മഴ പെയ്യാൻ തുടങ്ങി. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഹ്യൂജ് മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ദ മാൻ വെൻറ്റ് ഔട്ട് ഫോർ നോ റീസൺ ദാൻ ടു ഹാവ് എ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി.
അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിലെ വലിയ വലിയ മലകളുടെ അവിടെയൊക്കെ എന്തുണ്ട്, ക്ലൗഡ്സ് ഉണ്ട്. അങ്ങനെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എയർ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, നല്ല സ്വീറ്റാണ്. പിന്നെ ഈ മനുഷ്യൻ ദ മാൻ വെൻറ്റ് ഔട്ട് ഫോർ നോ അതർ റീസൺ ദാൻ ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി ആൻഡ് വെൻ ഹി റിട്ടേൺ ഹി എക്സ്ക്ലെയിംഡ് അല്ലേ. അപ്പം ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പടത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആ ഒരു റെയിനിൻ്റെ ഫീൽ അല്ലേ, റെയിനിൻ്റെ ഫീലിന്. അപ്പം റെയിൻ ഇങ്ങനെ നമ്മുടെ മേ ബി അയാൾ പെട്രിച്ചോർ എന്ന് പറയും, അതായത് നമ്മുടെ മഴ പെയ്തിട്ട് മണ്ണിനുണ്ടാകുന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ മണ്ണിനുണ്ടാകുന്നൊരു മണത്തിനെയാണ് നമ്മൾ പെട്രിച്ചോർ എന്ന് പറയുന്നത്. അത് ഫീൽ ചെയ്യാൻ പോയതായിരിക്കും. ദറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ അവർ ചാപ്റ്റർ, ബട്ട് ഞാൻ പറയുകയാണ്. ദീസ് ആർ ഇൻ ദ റെയിൻ ഡ്രോപ്സ് falling from the sky. They are new coins അല്ലേ. ഇത് വെറും മഴത്തുള്ളികളല്ല, ഇത് പുതിയ കോയിൻസ് ആണെന്നാണ് പറയുന്നത്. The big drops are 10 cent pieces and the little ones are 5s. വലിയ വലിയ ഡ്രോപ്പിനെ 10 cent pieces ആയിട്ടും ചെറിയ ഡ്രോപ്സിനെ 5 cent pieces ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഡൗൺ പോൾ കാരണമാണ് അവർക്ക് എന്തുണ്ടാകാൻ പോകുന്നത്, ഇനി ഹാർവസ്റ്റ് നടക്കാൻ പോകുന്നത്. ഹാർവസ്റ്റ് നടന്നതിന് ശേഷമുള്ളവർക്ക് എന്ത് കിട്ടുള്ളൂ, ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള മണി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ബിഗ് റെയിൻ ഡ്രോപ്സിനെയും ഈ സ്മോളർ ഡ്രോപ്സിനെയൊക്കെ സെൻറ്റ് പീസസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. With a satisfied expression, he regarded the field of ripe corn with its flowers draped in the curtain of rain. ഒരു ഭയങ്കര ഒരു ഫീൽ എക്സ്പ്രഷനോടെ ലഞ്ചോ അങ്ങനെ ഫീൽഡിലേക്ക് നോക്കിയിരുന്നപ്പോൾ, ഫ്ലവേഴ്സൊക്കെ ഉള്ള ഫീൽഡിലേക്ക് നോക്കിയിരുന്നപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ ആ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ കോണൊക്കെ ഒരു സാരിയിൽ ചുറ്റിയ പോലെ, അല്ലെങ്കിൽ കേർട്ടനിൽ ചുറ്റിയ പോലെയാണ്, റെയിനിൽ ചുറ്റിയ പോലെയാണ് ലഞ്ചൊക്കെ ഫീൽ ചെയ്തത്. ഡ്രൈപ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, ചുറ്റിയ പോലെ അല്ലേ, ആ വേർഡ്. In a curtain of rain. But suddenly a strong wind began to blow, and along with the rain very large hailstone began to fall. അല്ലേ, പെട്ടെന്നൊരു കാറ്റടിച്ചു, ശക്തിയുള്ളൊരു കാറ്റ്. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ വലിയ വലിയ ഹെയിൽ സ്റ്റോൺസ് താഴേക്ക് വീഴാൻ തുടങ്ങി. ഹെയിൽ സ്റ്റോൺസ് എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ആലിപ്പഴം അല്ലേ. ഒരു ഫ്രോസൺ ആയിട്ടുള്ള റെയിൻ ഡ്രോപ്സിനാണ് നമുക്ക് ആലിപ്പഴം എന്ന് പറയുന്നത്. These truly did resemble new silver coins. അതെങ്ങനെയാണ് സദൃശ്യപ്പെടുത്തുന്നത്, പുതിയതായിട്ടുള്ളൊരു സിൽവർ കോയിൻസിനെ അതിൽ റിസംബിൾ ചെയ്യുന്നതാണ് പറയുന്നത്. The boys exposing themselves to rain ran out to collect the frozen pearls. ഈ ഫ്രോസൺ പേൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെയിൽ സ്റ്റോൺസിനെയാണ്, ആലിപ്പഴത്തിനെയാണ്. ബോയ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് പെറുക്കാൻ വേണ്ടിയിട്ട് ഓടി എന്ന് പറയുന്നത്, മക്കളെല്ലാം പെറുക്കാൻ വേണ്ടിയിട്ട് ഓടി. It's really getting bad now, exclaimed the man. I hope it passes quickly. It did not pass quickly. For an hour the hail ruined on the house, the garden, the hillside, the cornfield, on the whole valley. The little was white as if covered with salt. അല്ലേ, അതായത് മനുഷ്യൻ വിചാരിച്ചു, അതായത് ലഞ്ചോ വിചാരിച്ചു ഇതൊരു പെട്ടെന്ന് തന്നെ പോയിക്കോളുന്ന്. പക്ഷേ ഇത് എക്സിസ്റ്റ് ചെയ്ത് എത്ര സമയം, 1 മണിക്കൂറോളം എക്സിസ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാർഡൻ, ഹിൽ സൈഡ്, കോൺഫീൽഡൊക്കെ എന്തായി, ഈ പറയുന്ന ഹെയിൽ സ്റ്റോൺ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു ഫീൽഡ് മൊത്തം വൈറ്റ് കളറായിട്ട് ഒരു ഉപ്പ് വിതറിയ പോലുള്ള ഫീലിംഗ് ആണ്. അതായത് ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് എ സോൾട്ട്. Not a leaf remained on the trees. The corn was totally destroyed. The flowers were gone from the plants. Lenjo's soul was filled with sadness. അല്ലേ, ഒരു ഇല പോലും ഇങ്ങനെ ട്രീസിലുണ്ടായില്ല. ആ സ്ട്രോങ് വീലിലൊക്കെ നശിച്ചു പോയി. പിന്നെ കോണെല്ലാം നശിച്ചു പോയി, ഡിസ്ട്രോയിഡ് ആയി. ഫ്ലവേഴ്സ് എല്ലാം പോയി. ലഞ്ചോൻ്റെ സോൾ എന്തായി, ഫുൾ സാഡായി, ഭയങ്കര സങ്കടമായില്ലേ. കാരണം ആ ഒരു ഹാർവസ്റ്റ് കിട്ടിയിട്ട് വേണം നെക്സ്റ്റ് ടൈം അവർക്ക് ഫുഡിനുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ അല്ലേ. When the storm has passed, he stood in the middle of the field and said to his sons, "A plague of locusts would have left more than this. The hail was left nothing. This year we will have no corn." അല്ലേ, ആ മനുഷ്യന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ സ്റ്റോം എല്ലാം മാറി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഫീൽഡിൻ്റെ നടുവിൽ നിന്നിട്ട് മക്കളോട് പറഞ്ഞു, ഒരു പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം ലോക്കസ്റ്റുകൾ, പ്രാണികൾ, ഇപ്പം നമ്മുടെ ചെടിയൊക്കെ നശിക്കുന്ന പ്രാണികൾ. ലോക്കസ്റ്റ് എന്ന് പറയുമ്പോൾ അതാണ് ഇൻസെക്ട്സ് വിച്ച് ഫ്ലൈ ഇൻ ദ ബിഗ് സ്വാംസ്, ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്ട്രോയ് ക്രോപ്സ് ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രാണികളെയാണ് നമ്മൾ ലോക്കസ്റ്റ് പറയുന്നത്. ഒരു കൂട്ടം ലോക്കസ്റ്റുകൾ എന്ത് ചെയ്യും ഇതിനെക്കാണി ബാക്കി വെച്ചേക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ആ സ്റ്റോം എന്ത് ചെയ്യും, ഒന്നും ബാക്കി വയ്ക്കാതെ പോയി എന്നാണ് പറയുന്നത്. ഈ വർഷം അവൻ എന്ത് ചെയ്യുന്നില്ല, പുതിയ കോണൊന്നും കിട്ടാൻ പോകുന്നില്ല. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ അല്ലേ. ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമായ രാത്രിയായിരുന്നു.
all our work for nothing. There is no one who can help us. We all go hungry this year. അല്ലേ? അതായത് വർക്കില്ല, നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി, ആരും നമ്മളെ സഹായിക്കാൻ വരില്ല, അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ഫുൾ പട്ടിണിയാവുമെന്നാണ് ലെഞ്ചോ മക്കളോട് സങ്കടത്തോടെ പറയുന്ന രാത്രി. സോ നമുക്ക് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഡിഡ് ലെഞ്ചോ ഹോപ്പ് ഫോർ? ലെഞ്ചോ എന്തിനാണ് ആഗ്രഹിച്ചത്? ദ ആൻസർ ഈസ് ദാറ്റ് ലെഞ്ചോ ഹോപ്ഡ് ഫോർ ഗുഡ് റെയിൻ ആസ് ഇറ്റ് വാസ് മച്ച് നീഡഡ് ഫോർ എ ഗുഡ് ഹാർവസ്റ്റ്. അപ്പോൾ ലെഞ്ചോ നല്ലൊരു മഴയ്ക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അങ്ങനെയാകുമ്പോൾ അവർക്ക് നല്ലൊരു ഹാർവസ്റ്റ് വിളവെടുപ്പ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. വൈ ഡിഡ് ലെഞ്ചോ സേ ദ റെയിൻ ഡ്രോപ്സ് വെർ ലൈക്ക് ന്യൂ കോയിൻസ്? എന്തുകൊണ്ടാണ് ലെഞ്ചോ പറഞ്ഞത് റെയിൻ ഡ്രോപ്സ് ന്യൂ കോയിനായിട്ട് കമ്പയർ ചെയ്തത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ലെഞ്ചോ കമ്പയർഡ് ദ റെയിൻ ഡ്രോപ്സ് വിത്ത് ന്യൂ കോയിൻസ് ബിക്കോസ് ദേ വർ പ്രോമിസിങ് ഹിം എ ഗുഡ് ഹാർവസ്റ്റ് റിസൾട്ടിങ് ഇൻ മോർ പ്രോസ്പെരിറ്റി. അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന മഴ പെയ്താൽ നല്ലൊരു ഹാർവസ്റ്റ് കിട്ടും. അങ്ങനെ അവരുടെ ലൈഫ് നല്ല പ്രോസ്പെറാവും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഹൗ ഡിഡ് ദ റെയിൻ ചേഞ്ച് വാട്ട് ഹാപ്പൻ ടു ലെഞ്ചോസ് ഫീൽഡ്? അല്ലേ? എങ്ങനെയാണ് മഴ ചേഞ്ച് ആയിപ്പോയത്? നല്ല മഴ എങ്ങനെയാണ് പെട്ടെന്ന് ചേഞ്ച് ആയിപ്പോയത്? എന്താണ് ലെഞ്ചോൻ്റെ ഫീൽഡിന് പറ്റിയത്? ദ റെയിൻ ചേഞ്ച്ഡ് ഇൻ ടു ഹെയിൽ സ്റ്റോൺസ് ആസ് എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ ആൻഡ് എ ഹ്യൂജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ അലോങ് വിത്ത് ദ റെയിൻ. ഓൾ ദ ക്രോപ്സ് ഇൻ ദ ലെഞ്ചോസ് ഫീൽഡ് ഗോട്ട് ഡിസ്ട്രോയ്ഡ് ബിക്കോസ് ഓഫ് ദ വെതർ കണ്ടീഷൻസ്. സോ നല്ല മഴ എന്തായി മാറി? നല്ലൊരു സ്ട്രോങ് വിൻഡ് അടിച്ചപ്പോൾ വലിയ വലിയ ഹെയിൽ സ്റ്റോൺസ് ആലിപ്പഴങ്ങളായിട്ട് വീഴാൻ തുടങ്ങി. അങ്ങനെ ആ മഴയുടെ ദീർഘം മൊത്തം ഈ ആലിപ്പഴം വീണു. ക്രോപ്സ് എല്ലാം നശിച്ചു ഈ വെതർ കാരണം. അതാണ് ഇങ്ങനത്തെ മാറ്റങ്ങളാണ് ഉണ്ടായത്. ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് വർ ലെഞ്ചോസ് ഫീലിങ്സ് വെൻ ദ ഹെയിൽ സ്റ്റോപ്ഡ്? അപ്പോൾ ഈ ഹെയിൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്താണ് ലെഞ്ചോയുടെ ഫീലിങ്സ് ഉണ്ടായത്? ലെഞ്ചോ വാസ് ഫിൽഡ് വിത്ത് ഗ്രീഫ് ആഫ്റ്റർ ദ ഹെയിൽ സ്റ്റോപ്ഡ് ആസ് എവറിത്തിങ് വാസ് റൂയിൻഡ് ആൻഡ് ദർ വാസ് നത്തിങ് ദാറ്റ് ഹീ കുഡ് ഫീഡ് ഹിസ് ഫാമിലി വിത്ത്. അല്ലേ? ഈ ഒരു നമ്മുടെ ലെഞ്ചോ ഫുൾ ഗ്രീഫിലായിരുന്നു, ഫുള്ള് സങ്കടത്തിലായിരുന്നു. ഈ ഗ്രീഫ് എന്ന് പറയുന്നത് സാഡ്നെസ് ആണ്. സോ ഹെയിൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ലെഞ്ചോയ്ക്ക് മനസ്സിലായി ഈ വർഷം ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു മണിയും ഹാർവസ്റ്റിന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഹി കുഡ് സീ എ ബ്ലാക്ക് ഫ്യൂച്ചർ ഫോർ ഹിം ആൻഡ് ഹിസ് ഫാമിലി. അല്ലേ? അയാൾക്കും അയാളുടെ ഫാമിലിക്കും ഒരു ബ്ലാക്ക് ഫ്യൂച്ചറാണ്, കറുത്തൊരു ഭാവിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത സെഷനിൽ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഓൾ. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. So that's all for today. Have a nice day.